ഹായ് എവ്രി വൺ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു ഫ്രീ വെബിനാർ സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതിന്റെ ഒരു ഫ്രീ വെബിനാർ സെഷനാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനെങ്ങനെ പഠിക്കാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നല്ല രീതിയിൽ സമയം വിനിയോഗിച്ച് എങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് നമ്മുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിഷ്ണു സാർ നമ്മുടെ കൂടെ ഉണ്ട്. സർ പ്ലീസ് നമുക്ക് തുടങ്ങാം. തുടങ്ങാം സാർ. ആൾക്കാർ ജോയിൻ ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. കുഴപ്പമില്ല സാർ, തുടങ്ങിപ്പോയി 8 ആയല്ലോ. ഓറിയന്റേഷൻ സെക്ഷൻ. കുറച്ച് ആൾക്കാർക്കൊക്കെ നമ്മുടെ ക്ലാസ്സിൽ റെഗുലറായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞാനാണ് നമ്മുടെ RRBയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ RRB 2018 RRB എക്സാംസ് മൊത്തത്തിൽ ക്ലിയർ ചെയ്തിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കണ്ണിന്റെ ചെറിയൊരു പ്രശ്നം കാരണം മെഡിക്കലിനകത്ത് ഔട്ട് ആവേണ്ടി വന്നു. മൊത്തം എക്സാം ക്ലിയർ ആയതായിരുന്നു അന്ന്. ഓക്കെ, അപ്പോ അന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച്, അതായത് അന്ന് പഠിച്ചപ്പോഴും മറ്റുമൊക്കെ, അല്ലെങ്കിൽ ആ എക്സാം എല്ലാ ഫീസും ഒരു ഫേസ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ആണ് കുറച്ചൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നീട് ഈ വർഷം 2018 നിന്നും ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ നമ്മുടെ എക്സാം പാറ്റേണിനകത്ത് ഉണ്ടായിട്ടുണ്ട്. വലിയ മാറ്റങ്ങളല്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എക്സാംസിന് അതിനെക്കുറിച്ചും എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യുക. പിന്നീട് എങ്ങനെ നമുക്ക് ഈ എക്സാമിന്, ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ബുക്സുകളാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഈ എക്സാമിനെ കുറിച്ച് ഓവറോൾ ഈ എക്സാം എന്താണ്, എങ്ങനെയാണ് ഈ എക്സാം വരുന്നത്, എക്സാമിന്റെ പാറ്റേൺ എന്താണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. സമയം കളയാതെ തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ഓഡിയബിൾ അല്ലേ? ഞാൻ ഓഡിയബിൾ ആണെങ്കിൽ ജസ്റ്റ് വണ്ണൊന്നും ഇട്ടേക്കണേ ഒന്ന്. എല്ലാവർക്കും ഞാൻ ഓഡിയബിൾ ആണല്ലോ അല്ലെ? ഒന്ന് വണ്ണൊന്നും ഇട്ടേക്കണേ ഒന്ന് എല്ലാവരും. ഓഡിയബിൾ ആണേ, ഓഡിയബിൾ ഞാൻ ഈ ഷെയർ ചെയ്തേക്കണൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ വണ്ണൊന്നും ഇട്ടേക്കുക എല്ലാവരും. ഓക്കെ 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 അപ്പോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് ആരംഭിക്കാം. ക്ലാസ്സുകൾ നമുക്ക് തുടങ്ങാം. അപ്പം ഓറിയന്റേഷൻ സെഷനാണ്. അപ്പോ ഏകദേശം ഒരു കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ 2023 ജാനുവരിയിൽ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഈ ഒരു ഇത്. ഇന്നിപ്പോ 2024 ജാനുവരി ആയി. അപ്പൊ ഏകദേശം ഒരു കൊല്ലത്തോളം എടുത്തു. മിക്കവാറും ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കും ഇത്രയും വൈകിപ്പിച്ചത്, അറിയില്ല. അന്നും 2018 ഏകദേശം ഇതേപോലുള്ള സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ALPക്കല്ല, NTPCക്ക് ഗ്രൂപ്പ് ഡിക്കും. അപ്പോ നോട്ടിഫിക്കേഷൻ നമ്പർ CEN 01/2024 ഈ വർഷത്തെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ് റെയിൽവേയുടെ. റിക്രൂട്ട്മെന്റ് ഫോർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ ALP ആണ്. ഓക്കെ, ഒന്നത്തെ ഗ്ലാമറസ് പോസ്റ്റ് ഇന്ത്യൻ റെയിൽവേസ് ആണ് ഈ ഒരു പോസ്റ്റ്. നമുക്ക് അത്യാവശ്യം വർക്ക് പ്രഷർ ഉള്ള ഒരു ജോബാണ്. എന്നാൽ കിട്ടുന്ന സാലറി പാക്കേജ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സാലറി പാക്കേജ് ഉള്ള ഒരു ജോലിയാണ്. അതായത് അലവൻസുകൾ കൂടുതലാണ്. ഈ ഒരു ജോലിയുടെ റിസ്ക്കും അതേപോലെ തന്നെ ജോലിയുടെ ആ ഒരു ടൈമിംഗ് ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല അലവൻസ് ഒക്കെ ഉള്ള, മൊത്തത്തിൽ സാലറി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ജോബാണ് ഈ ഒരു RRB ALP എക്സാം. RRB ALP എന്ന് പറയുന്ന ജോബ്. ALP ആണെങ്കിലും LP ആണെങ്കിലും. ഓക്കെ, അപ്പോ ഇതാണ് RRBയുടെ ALP മാത്രമാണ് നമുക്ക് എക്സാമിന് വിളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2018 വിളിച്ചിരുന്നത് ALPയും അതേപോലെ തന്നെ ടെക്നീഷ്യനും രണ്ടും കൂടെ ചേർത്തിട്ട് ഏകദേശം 50,000-ഓളം വേക്കൻസി, 56,000-ഓളം വേക്കൻസികൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഏകദേശം 26,000-ഓളം വേക്കൻസി 2018 കാര്യമാണ് പറയുന്നത്. ഏകദേശം 26,000-ഓളം വേക്കൻസി, 26,000 വേക്കൻസി അടുപ്പിച്ച് ALPക്ക് മാത്രം ഉണ്ടായിരുന്നു. ബാക്കി 30,000 വേക്കൻസി അടുപ്പിച്ച് ഏകദേശം അത് ഇതിന് മാത്രമായിട്ടുണ്ടായിരുന്നു, ടെക്നീഷ്യന് മാത്രമായിട്ടുണ്ടായിരുന്നു. ഇതുവരെയായിട്ടും ഏകദേശം ഒരു 40,000-45,000 ആൾക്കാർക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഇത്തവണ ഇതിലായിട്ടും നമുക്ക് അപ്പോയിന്റ്മെന്റ് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 2024 ജാനുവരി 20th ഇതിന്റെ നോട്ടിഫിക്കേഷൻ, അതായത് നമുക്ക് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് തുടങ്ങിയത്. ലാസ്റ്റ് ഡേറ്റ് 19/2/2024 ഓക്കെ, പിന്നീട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻസിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ
മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ പേര് നമ്മൾ എൻ്റർ ചെയ്തതിനകത്ത് നമുക്ക് ചെറിയ മിസ്റ്റേക്ക് വന്നു, അതല്ല എങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തതിനകത്ത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ ഫീസ് അടക്കേണ്ടി വരും. കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 2024 ഫെബ്രുവരി 20 മുതൽ 29 വരെയാണ്. കഴിവതും അപ്ലൈ ചെയ്യുന്ന സമയത്ത് യാതൊരു തരത്തിലുമുള്ള മിസ്റ്റേക്കുകൾ വരുത്താതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അപ്പോൾ ഓൾറെഡി പിന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ എത്രയും നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം ഈ ഒരു ഡേറ്റിനോട് അടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. പിന്നീട് ഓരോ RRBക്കും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ, അതായത് ഏതെങ്കിലും ഒറ്റ RRBക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം RRBക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം RRBയിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. മറ്റേ അതായത് ഒരേ സമയം ട്രിവാൻഡ്രവും ബാംഗ്ലൂരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് ഒന്നിൽ കൂടുതൽ RRBസിൽ നമുക്ക് ഈ സെയിം പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒറ്റ RRBയിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ പ്രീവിയസ് നമുക്ക് ഇത്തവണത്തെയുള്ള വേക്കൻസികളും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിൽ ഒന്നും ചെന്ന് അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം സൈറ്റ് അത്യാവശ്യം നല്ല ബിസി ആയിരിക്കും, നമുക്ക് സൈറ്റിൽ പോലും ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ, നേരത്തെ ആണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഇപ്പൊ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് ചെയ്യുക. കാരണം വന്നപ്പോൾ തന്നെ ഇടിച്ചു കയറി കുറെ ആൾക്കാർ ഇപ്പോൾ കയറുന്നുണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ഒരു ട്രാഫിക്കുകൾ കാണും സൈറ്റില്. ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളിക്കയറ്റം ചെറുതായിട്ട് കുറഞ്ഞു കിട്ടും. അപ്പൊ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് എല്ലാ ആൾക്കാരും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ആഴ്ച തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ലാസ്റ്റ് മൊമെന്റിലേക്ക് മാറ്റി നിർത്തരുത്. ഓക്കെ, അപ്പോ അതിന്റെ ആ ഒരു എക്സാമിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ട് നോക്കാൻ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നതാണ് എക്സാമിന്റെ പേര്. അത് പേ സ്കെയിൽ 7th പേ സ്കെയിലില് ലെവൽ 2 എക്സാം ആയിട്ടാണ് നമുക്ക് ലെവൽ 2 കാറ്റഗറിയിലാണ് ഈ ALP എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇനിഷ്യൽ പേയ്മെന്റ് 19,900 ആണ്. 19,900 ബേസിക് സാലറി മാത്രമാണ്, പിന്നെ TA-യും HR-ഉം എല്ലാം ചേർത്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നീട് ഇതിനകത്ത് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാം. പിന്നീട് ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ഇത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ആണ്. ഏതിന്റെയാണ്? ജനറൽ കാറ്റഗറിയുടെ ഏജ് ആണ് 18 മുതൽ 30 വയസ്സ് വരെ. പിന്നീട് റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് റിസർവേഷൻ അവരുടെ അക്കോർഡിംഗ് ടു ദ ലോ റിസർവേഷൻ അവർക്ക് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 2018 28 വയസ്സ് വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ 2 ഏജും കൂടെ കൂട്ടിയിട്ടുണ്ട്, 30 വയസ്സ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 28 വയസ്സ് വരെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെയാണ് എന്റെ ഓർമ്മ. കാരണം അന്ന് അപ്ലൈ ചെയ്തപ്പോഴും 28 ഇയേഴ്സ് ആയിരുന്നു അതിനകത്ത് കാണിച്ചിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ഇപ്പോൾ as of now നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് 5696 വേക്കൻസികൾ മാത്രമേ ഇത്തവണ നോട്ടിഫൈ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ തവണ ഏകദേശം 26,000-ഓളം വേക്കൻസികൾ ഉണ്ടായിരുന്നത് ഇപ്പൊ ഏകദേശം അതിന്റെ 5-1 വേക്കൻസികൾ മാത്രമേ നോട്ടിഫൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിനകത്ത് ബാംഗ്ലൂരില് ഇത്തവണ അക്കോർഡിംഗ് ടു RRBയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഏകദേശം 400 സംതിങ് ആണ് ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള വേക്കൻസി. പക്ഷേ ബാംഗ്ലൂരിൽ അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂർ RRBയില് ബാംഗ്ലൂർ ഡിവിഷനിൽ ALP ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഏകദേശം 2000-ഓളം വേക്കൻസി ഇതുവരെയായിട്ടും ബാംഗ്ലൂർ RRBയുടെ കീഴിൽ മാത്രം, ബാംഗ്ലൂർ ഡിവിഷന്റെ കീഴിൽ മാത്രം നോട്ടിഫൈ ആയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് 400 സംതിങ്ങേ ഉള്ളൂ. അതിനകത്ത് ഒരു 1000 എണ്ണം മറ്റേ ഇതിനകത്ത് പോവുകയാണെങ്കിൽ കൂടി തന്നെ, അതായത് അവിടെ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിലും മറ്റുമൊക്കെ പോവുകയാണെങ്കിൽ കൂടി തന്നെ ബാക്കി ഒരു 1000-ഓളം വേക്കൻസികൾ ഉണ്ട്. പക്ഷെ ഇതിനായിട്ട് 400 സംതിങ് വേക്കൻസികൾ മാത്രമേ നോട്ടിഫൈ ചെയ്തിട്ടുള്ളൂ, പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പറയുന്നതനുസരിച്ചിട്ട് ഏകദേശം ഇപ്പോഴത്തുള്ള നോട്ടിഫൈഡ് വേക്കൻസി 5696 ആണ് എങ്കിലും ഏകദേശം 14,000-ഓളം വേക്കൻസികൾ വരെ വരാം. അതായത് ഇനി അടുത്ത കുറികണ്ടം ഇട്ടുകൊണ്ട് ആ വേക്കൻസികളുടെ എണ്ണം 5696-ൽ നിന്നും ഏകദേശം 14,000-ഓളം വേക്കൻസി ആവാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ന് ജസ്റ്റ് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇപ്പം കറന്റ് 2018 ALP ബാച്ചിൽ കയറിയിട്ടുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് എന്ന് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അവിടുത്തുള്ള ആ ഒരു റെയിൽവേയിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് ഏകദേശം ഈ വേക്കൻസികളുടെ എണ്ണം
14,000+ വേക്കൻസി ആകാൻ സാധ്യതയുണ്ട്. ഏകദേശം നിയർലി 14,000-ഓളം, ഒന്നെങ്കിൽ 14,000-ൽ കൂടുതലാകാം, അല്ലെങ്കിൽ അതിൽ കുറവാകാം. നിയർലി ഒരു 14,000 വേക്കൻസി ആകാൻ സാധ്യതയുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരങ്ങൾ. ഒരു സുഹൃത്തുമായിട്ട്, റെയിൽവേയിൽ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു അറിവാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം വേക്കൻസികൾ ഇത്രയും തന്നെ കൂടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അങ്ങോട്ടേക്ക് വരുന്ന ദിവസങ്ങളിൽ കൊറിയറിന്റെ മറ്റോ ഒക്കെ ഈ വേക്കൻസികൾ റീനോട്ടിഫൈ ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. അപ്പം ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. ഇത്രയുമാണ് ബേസിക് ആയിട്ട് ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് ഇവിടെ ശ്രദ്ധിക്കുക. അടുത്തത് ഇതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് വേണ്ടത്. A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആസ്പെക്റ്റിലും നമ്മൾ എന്തായിരിക്കണം? ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അതായത് എന്താണ്, നമുക്ക് ഒരിക്കലും ഷോർട്ട് സൈറ്റ് പോലെയുള്ള കണ്ടീഷനുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. 6/6 ആയിരിക്കണം നമ്മളുടെ ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറയുന്നത്. 6/6 ആയിരിക്കണം. അതായത് ഷോർട്ട് സൈറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം ചില ആൾക്കാർക്ക് 6/9-ഉം 6/12 ഒക്കെ ആയിരിക്കും വിത്തൗട്ട് ഗ്ലാസസ് വരുന്നത്. പക്ഷേ പെർഫെക്റ്റ് വിഷൻ, അതായത് 6/6 വിത്തൗട്ട് ഗ്ലാസസ് 6/6 വിഷൻ നമുക്ക് വേണം. അതേപോലെ തന്നെ ഫോഗിംഗ് ടെസ്റ്റിനകത്ത് ഫെയിൽ ആവാൻ പാടില്ല. ഫോഗിംഗ് ടെസ്റ്റിനകത്ത് യാതൊരു തരത്തിലും ഫെയിൽ ആകാൻ വേണ്ടിയിട്ട് പാടില്ല. എന്നാൽ നിയർ വിഷനകത്തിൽ ചെറിയ റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഡിസ്റ്റന്റ് വിഷൻ പെർഫെക്റ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഷോർട്ട് സൈറ്റ് ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഷോർട്ട് സൈറ്റും അതേപോലെ തന്നെ അസ്റ്റിഗ്മാറ്റിസം പോലെയൊക്കെയുള്ള ബാക്കിയുള്ള കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ, പ്രധാനമായിട്ടും വിഷനാണ് പറയുന്നത്, അപ്പൊ ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുവാൻ പാടില്ല. അതേപോലെ തന്നെ ചെവിയുടെ കേൾവിശക്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ നോക്കും. ഓക്കെ, ചെവിക്ക് പിന്നെയും എന്തൊക്കെയോ റിലാക്സേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാൽ വിഷന്റെ കാര്യത്തിൽ അവർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നോക്കും. അതായത് കൃത്യമായിട്ട് ഷോർട്ട് സൈറ്റിന്റെ യാതൊരു തരത്തിലുമുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകുവാൻ പാടില്ല. അതേപോലെ തന്നെ കളർ വിഷൻ ടെസ്റ്റ്, ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ്, ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ്, നൈറ്റ് വിഷൻ, മയോസ്കോപ്പിക് വിഷൻ, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ അതായത് പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ കണ്ണിന്റെ ഈ ഒരു കാഴ്ച ശക്തി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ളവർ മാത്രം അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം റെയിൽവേ എക്സാംസിന്റെ പൊതുവെ അവരുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കുറച്ച് കൂടുതലാണ്. മാത്രമല്ല ഈ ഒരു പർട്ടിക്കുലർ ജോബിന്റെ ആ ഒരു പ്രൊഫൈല് അത്രമാത്രം നമുക്ക് ഒരു സേഫ്റ്റി ഒരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കുകയില്ല. അപ്പം അവരുടെ ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അത്യാവശ്യം നല്ല കട്ടിക്കാണ് അവർ നോക്കുന്നത്. ഓക്കെ, അപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നോക്കും. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അതായത് ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ഈ ഒരു എക്സാം എഴുതുവാൻ വേണ്ടിയിട്ട് അവർ അർഹരല്ല. കാരണം അവരെ അപ്പോൾ തന്നെ അവരെ റിജക്ട് ആക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നല്ല പെർഫെക്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഫിസിക്കൽ എക്സാംസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ കൂടി തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നല്ല രീതിയിലുള്ളവർ മാത്രം അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒന്ന്. ഓക്കെ, അപ്പൊ അത്രയുമാണ് അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് നമ്മൾ നോക്കാൻ നേരത്ത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ് 18 മുതൽ 30 വയസ്സ് വരെ. അതായത് 18 മുതൽ 30 വയസ്സ് വരെ ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്. ജനറൽ കാറ്റഗറിയുടെ 30 വയസ്സ് എന്ന് പറയുന്നത് 1/7/2024 ഇതാണ്. 1/7/2024 അനുസരിച്ചിട്ട് 30 വയസ്സ് കഴിയാൻ പാടില്ല. ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. 1/7/2024 എത്ര വയസ്സ് കഴിയാൻ പാടില്ല? 30 വയസ്സ് കവിയുവാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് റിലാക്സേഷൻ ഒന്നുമില്ല. ജനറൽ കാറ്റഗറിക്കും അതേപോലെ തന്നെ അതേപോലെ തന്നെ എന്താണ് EWS, ഓക്കെ, എക്കണോമിക് വീക്കർ സെക്ഷൻ, ഇവർക്കൊന്നും തന്നെ എന്തില്ല, ഏജ് റിലാക്സേഷൻ ഇതിനകത്ത് അനുവദിക്കുന്നതല്ല. പിന്നീട് OBCയുടെ നോൺ ക്രിമിലിയർ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ. നോൺ ക്രിമിലിയർ എന്ന് പറയുന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ വാർഷിക, അതായത് മേൽത്തട്ട് പരിധി 4 ലക്ഷമാണെന്നാണ് തോന്നുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അവരുടെ വാർഷിക വരുമാനം 4 ലക്ഷത്തിന് മുകളിലോട്ട് താഴെയുള്ള ആൾക്കാരെ തോന്നുന്നു ക്രിമിലിയർ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് അവരെപ്പോൾ എത്രയാണ് വെച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല. അപ്പം 4 ലക്ഷമാണ് എന്റെ അറിവിൽ 4 ലക്ഷമാണ്. അപ്പം നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നമുക്ക്, കാരണം നമ്മളിലുള്ള OBC കാറ്റഗറിയിലുള്ള മിക്ക ആൾക്കാരും നോൺ ക്രിമിലിയർ കാറ്റഗറിയിൽ തന്നെ പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നോൺ ക്രിമിലിയർ കാറ്റഗറിയിൽ ഉള്ള ആൾക്കാർക്ക്, OBC നോൺ ക്രിമിലിയർ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് 3 വയസ്സ് വരെ റിലാക്സേഷൻ ഉണ്ട്. അതായത് 33 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് 5 വയസ്സ് വരെയാണ് റിലാക്സേഷൻ. അതായത് 35 വയസ്സ് വരെയുള്ള ആൾക്കാർക്കും SC/ST കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ജനറൽ കാറ്റഗറിക്ക് റിലാക്സേഷൻ ഒന്നും തന്നെ ഇല്ല. OBC കാറ്റഗറി ആണ് എങ്കിൽ 3 വർഷവും SC/ST കാറ്റഗറി ആണ് എങ്കിൽ 5 വർഷവുമാണ് അവർക്ക് ഏജ് റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നത്.
അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് അതിന്റെ അപ്പർ ഏജ്, അതായത് ഏജ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര വരെ ആകാം എന്നുള്ളത് നിങ്ങളുടെ നോട്ടിഫിക്കേഷനകത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് കിടപ്പുണ്ട്. ഇനി അതിന്റെ ഫീസ് നമ്മൾ നോക്കാൻ നേരത്ത് ജനറൽ കാറ്റഗറിക്ക് 500ഉം OBC നോൺ ക്രിമിലിയർ കാറ്റഗറിക്ക് 500ഉമാണ്. ജനറൽ എന്ന് പറഞ്ഞാൽ ജനറൽ EWS കാറ്റഗറിക്കാണ്. ജനറലിനും EWS കാറ്റഗറിക്കും 500 ആണ്. അതുപോലെ തന്നെ OBC കാറ്റഗറിക്ക് എത്രയാണ്? 500 ആണ്. ഇനി SC ST ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ് മാൻ അതേപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് കാറ്റഗറികൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് എത്രയാണ്? 250 രൂപയാണ്. എത്രയാണ്? 250 രൂപയാണ് ബാക്കിയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർ അടക്കേണ്ടത്. SC ST ഫീമെയിൽ ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങൾ ജനറൽ കാറ്റഗറി ആയിക്കൊള്ളട്ടെ OBC കാറ്റഗറി ആയിക്കൊള്ളട്ടെ നിങ്ങൾ അടക്കേണ്ടത് 250 രൂപയാണ്. അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, എക്സ് സർവീസ് മാൻ അതേപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് എത്രയാണ് അടക്കേണ്ടത്? 250 രൂപയാണ്. ഇതിനകത്തിൽ ഈ ജനറൽ കാറ്റഗറിക്കാർ അടയ്ക്കുന്ന ഫീസിനകത്ത് നമുക്ക് എക്സാം ടയർ 1 എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്ക് 400 രൂപ റീഫണ്ട് ചെയ്യും. ഈ SC ST കാറ്റഗറിയുടെ ആണ് എങ്കിൽ ഈ 250 രൂപ SC ST ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മാൻ EBC കാറ്റഗറിയിലുള്ളവരാണ് എങ്കിൽ മൊത്തം ഈ 250 രൂപയും റീഫണ്ട് ചെയ്യും. എന്നാൽ ജനറൽ കാറ്റഗറി ആണ് എങ്കിൽ അടയ്ക്കുന്ന 500 രൂപയിൽ 400 രൂപയും എന്ത് ചെയ്യും? നമുക്ക് റീഫണ്ട് ചെയ്യും. കഴിഞ്ഞ തവണത്തിനകത്ത് കംപ്ലീറ്റ് എമൗണ്ടും റീഫണ്ട് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനിൽ കാണുന്നത് 400 രൂപ റീഫണ്ട് ചെയ്യുമെന്നാണ് നമുക്ക് അതിനകത്ത് കാണുന്നത്. കാരണം സ്റ്റേജ് 1 എക്സാം ടയർ 1 എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്കൊരു മെയിൽ വരും. ആ മെയിലിനകത്ത് നമുക്ക് അത് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് നമുക്ക് ഉണ്ടാവും. ഒരു ലിങ്ക് നമുക്ക് അയച്ചു തരും. അപ്പൊ അത്രയുമാണ് ഏജിനെ കുറിച്ചും ഫീസ് ലിമിറ്റിനെ കുറിച്ചും നമുക്ക് പ്രധാനമായിട്ടും പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് നമ്മൾ പോകുമ്പോൾ മൊത്തം ദാണ്ടെ ഇത്രയും ഈ ഒരു 5 സ്റ്റേജുകളിലായിട്ടാണ് നമ്മളുടെ സെലക്ഷൻ പ്രൊസീജിയർ നമുക്ക് വരുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. CBT 1 ആണ്. 75 മാർക്കിനുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. രണ്ടാമത്തെ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ആണ്. അതായത് ടയർ 2 ആണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1ൽ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർ പിന്നീട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT 2ലേക്ക് പോകും. അവിടെ 175 മാർക്കിന് 2.5 മണിക്കൂറാണ് എക്സാം. അതിലും പാസ്സാകുന്നവർ പിന്നീട് ഒരു ബാറ്ററി ആപ്റ്റിറ്റ്യൂഡ് ഒരു എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് CBAT എന്ന് പറയും. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക്, അതായത് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്, അതിനകത്തിലേക്ക് എത്തുകയും അതിന് മിനിമം പാസ് മാർക്ക് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് മാർക്ക് ഇല്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകും. പിന്നെ ഇതിനകത്തെല്ലാം ജയിക്കുന്ന ആൾക്കാരെ പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പിന്നീട് മെഡിക്കൽ എക്സാമിനേഷനും വിളിക്കും. ഈ മെഡിക്കൽ എക്സാമിനേഷനും കൂടെ ക്ലിയർ ആവുകയാണ് എങ്കിലാണ് ഫൈനൽ മാർക്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരികയും അതിൽ നിന്നുമാണ് പിന്നീട് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ 5 സ്റ്റേജുകളിലൂടെയാണ് അവരുടെ സെലക്ഷൻ പ്രൊസീജിയർ പോകുന്നത്. അതിനകത്ത് ആദ്യത്തെ 3 സ്റ്റേജുകൾ റിട്ടൺ എക്സാമുകളാണ്. പിന്നീട് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഡോക്യുമെന്റ് വെരിഫിക്കേഷനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളോടെ വെരിഫൈ ചെയ്യും. നമുക്ക് എന്തെങ്കിലും കാസ്റ്റിന്റെ നമുക്ക് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ, അതായത് SCയോ STയോ OBCയോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കാറ്റഗറിയോ അല്ലെങ്കിൽ എക്സ് സർവീസ് മാനോ ഇങ്ങനെ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലാണ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കാണും. അത് ഏതെങ്കിലും ഒരു റെയിൽവേ ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കും നടക്കുന്നത്. റെസ്പെക്റ്റീവ് ആയിട്ടുള്ള നമ്മളിപ്പോ ഏത് RRB ആണോ കൊടുക്കുന്നത് ആ RRBയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റെയിൽവേ ഹോസ്പിറ്റൽ കാണും. ആ റെയിൽവേ ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കും നമുക്ക് അതിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ നമുക്ക് നടക്കുന്നത്. ഇത്രയുമാണ് അതിന്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ചുള്ള ഒരു ഓവർ വ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓരോന്നിന്റെയും എക്സാം പാറ്റേണിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് പാസ്സാക്കേണ്ടത് ടയർ 1 എക്സാം ആണ്. ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള എക്സാം ആണ് ടയർ 1 എക്സാം. ഞാൻ ഇതിനകത്ത് പ്രീവിയസ് ഇയർ കട്ട് ഓഫിനെ കുറിച്ച് പറയുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. നോക്കുക, RRB ALPയുടെ CBT 1 എക്സാമിന്റെ എക്സാം പാറ്റേൺ ഇങ്ങനെയാണ്. അതിനകത്ത് 4 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഒന്ന് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, രണ്ടാമത്തത് മെന്റൽ എബിലിറ്റി, മൂന്നാമത് ജനറൽ സയൻസ്, അടുത്തത് ജനറൽ അവയർനെസ്. ഇങ്ങനെ 4 സെക്ഷനുകളിലായിട്ടായിരിക്കും നമുക്ക് നമ്മളുടെ എക്സാം നടക്കുന്നത്. മൊത്തത്തിൽ ഇങ്ങനെ 4 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്ന് മാത്തമാറ്റിക്സ്, രണ്ടാമത്തത് മെന്റൽ എബിലിറ്റി, അടുത്തത് ജനറൽ സയൻസ്, അടുത്തത് ജനറൽ അവയർനെസ്. ഓരോന്നിനും ഓരോ മാർക്ക് വീതമായിരിക്കും ഓരോ സെക്ഷൻ അതിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പൊ മാത്തമാറ്റിക്സിൽ മൊത്തം 20 ക്വസ്റ്റ്യൻസ് കാണും. മൊത്തം 20 മാർക്കാണ്. മെന്റൽ എബിലിറ്റി, അതായത് നമ്മുടെ റീസണിങ് എന്ന് പറയുന്നതിനകത്ത് നിന്നും 25 മാർക്ക്, അതിനും 25 ക്വസ്റ്റ്യൻസ് കാണും, 25 മാർക്കാണ്. ജനറൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ 10th വരെ, അതായത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള
നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് എല്ലാം തന്നെ NCERT ടെക്സ്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് 5ാം ക്ലാസ് മുതൽ ഒരു 10ാം ക്ലാസ് വരെയുള്ള സാധനങ്ങളാണ്. അതായത് ബേസിക് സയൻസ് ആണ് ഈ ജനറൽ സയൻസിനകത്ത് വരുന്നത്. അതും 20 മാർക്കിനാണ്. പിന്നീട് ജനറൽ അവയർനെസ്, നമുക്കറിയാം കറണ്ട് അഫയേഴ്സ്, അതേപോലെ തന്നെ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ബാക്കിയുള്ള ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർന്നിട്ട് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു പോർഷൻ, അതിന് 10 മാർക്ക്. മൊത്തം 75 ക്വസ്റ്റ്യൻ, 75 മാർക്ക് 1 മണിക്കൂർ. ഇതാണ് CBT 1ന്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സിന് 20 ക്വസ്റ്റ്യൻ 20 മാർക്കാണ്. മെന്റൽ എബിലിറ്റിക്ക് 25 ക്വസ്റ്റ്യൻ 25 മാർക്കാണ്. ജനറൽ സയൻസ് 20 ക്വസ്റ്റ്യൻ 20 മാർക്കാണ്. ജനറൽ അവയർനെസ് 10 ക്വസ്റ്റ്യൻ 10 മാർക്കാണ്. അങ്ങനെ മൊത്തം 75 ക്വസ്റ്റ്യൻസ് 75 മാർക്ക്. ഇനി ഈ ALP 1നകത്ത് നമുക്ക് ഷുവർ ആയിട്ട് ദാണ്ട് ഈ ഒരു 3 സെക്ഷൻസ്, മാത്തമാറ്റിക്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ അവയർനെസ്, ഈ 3 സെക്ഷൻസിൽ നിന്നും നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻസ് ആണ് ആ 3 സെക്ഷൻസ്. മാത്തമാറ്റിക്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ അവയർനെസ്, ഇത് 3ഉം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനകത്ത് നിന്നുമുള്ള ആ ഒരു 65 മാർക്കും നമുക്ക് സുഖമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. കാരണം മാത്സ് എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങുന്ന ഒരു ടോപ്പിക്കാണ്. മാത്സിന്റെ സിലബസ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ പറയാം. മെന്റൽ എബിലിറ്റിയിലും നമുക്ക് ആ ബേസിക്സ് ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു പോവുകയാണ് എങ്കിൽ മെന്റൽ എബിലിറ്റിയിലും നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ജനറൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ, വേരിയസ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്നും ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ജനറൽ സയൻസിനകത്ത് നമുക്ക് ടയർ 1നകത്ത് ചോദിക്കുന്നത്. ഈ 3 സെക്ഷൻസിലും എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ 3 സെക്ഷൻസിൽ നിന്നും നമുക്ക് ഫുൾ മാർക്ക് 65 മാർക്കും നമുക്ക് സുഖമായിട്ട് വാങ്ങാൻ പറ്റും. പിന്നീട് ജനറൽ അവയർനെസ് എവിടെ നിന്ന് ചോദിക്കുന്നു എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അത് ഞാനൊരു ഫുൾ മാർക്ക് ഗ്യാരണ്ടി എന്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുന്നതാണ്. ജനറൽ അവയർനെസ്സിനും ഫുൾ മാർക്ക് വാങ്ങുന്നവർക്കാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞതാണ്. ബാക്കി ഈ 3 സെക്ഷൻസ്, മാത്തമാറ്റിക്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസ് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ജനറൽ അവയർനെസ്സിന് പരമാവധി നമ്മൾ നെഗറ്റീവ് ഒഴിവാക്കിക്കൊണ്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 85 to 90% എബോവ് മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മൾ സേഫ് ആണ്, ടയർ 2ലേക്ക് പോകും. പിന്നീട് പറയാനുള്ള ഒരു കാര്യം, CBT 1 എന്ന് പറയുന്നത് ഓൺലി ക്വാളിഫയിങ് നേച്ചർ ആണ്. അതാണ് ഓൺലി ക്വാളിഫയിങ് നേച്ചർ ആണ്. അതായത് ടയർ 2 എക്സാമിനേക്കുള്ള ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു CBT 1 എന്ന് പറയുന്നത്. അതായത് ഈ CBT 1ൽ നിങ്ങൾ വാങ്ങുന്ന മാർക്ക് നിങ്ങളുടെ ഫൈനൽ മാർക്കിലേക്ക് കൂട്ടുകയില്ല. അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് CBT 2ലേക്ക് നിങ്ങൾ പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫയിങ് മാത്രമാണ്, ഈ ക്വാളിഫയിങ് ആയിട്ടുള്ള നേച്ചർ മാത്രമാണ് CBT 1നുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് മാക്സിമം മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് നോക്കി നമ്മൾ ഒരിക്കലും ഈ എക്സാമിനെ നിങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് ചെല്ലരുത്. കാരണം ഓരോ RRBസിലും എന്താണ് ഓരോ വർഷവും അവരുടെ, അല്ലെങ്കിൽ ഓരോ എക്സാം നടക്കുമ്പോഴും അവരുടെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രീവിയസ് ഇയറിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കട്ട് ഓഫ് വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കരുത്. നമ്മൾ എപ്പോഴും ഏതൊരു ടയർ ആണെങ്കിലും, ടയർ 1 ആണെങ്കിലും ടയർ 2 ആണെങ്കിലും റോ മാർക്ക് ഒരു 85 to 90% ഇടയിൽ, ഒരു 85 to 90% ഇടയിൽ നമുക്ക്, അല്ലെങ്കിൽ 85 to 90% എബോവ് ഇടയിലല്ല, അതിനൊരു എബോവ് വാങ്ങുവാണെങ്കിൽ 85നോ അല്ലെങ്കിൽ 90%നോ എബോവ് വാങ്ങുകയാണ് എങ്കിൽ നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു സേഫ് സോണിൽ നമ്മൾ ലാൻഡ് ചെയ്തു എന്ന് പറയും. അത് CBT 1 ആയിക്കൊള്ളട്ടെ, CBT 2 ആയിക്കൊള്ളട്ടെ. നമ്മൾ അത്രയും എന്താണ് ഒരു 80 to 85 അല്ലെങ്കിൽ 90% എബോവ് മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റിയാൽ നമ്മൾ സേഫ് സോണിൽ എത്തി എന്ന് പറയും. പിന്നെ ഇത്രയും ലെവലുകളിലാണ്, അല്ലെങ്കിൽ ഇത്രയും ടയർ എന്തായിരുന്നു സെക്ഷൻസ് ആയിട്ട് നടക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ, പല ദിവസങ്ങളിലായിട്ട് നടക്കുന്നതാണ്, ഏകദേശം 2-3 മാസം എടുത്ത് നടക്കുന്ന എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മുടെ മാർക്ക് അടിച്ചു കയറാനും സാധ്യതയുണ്ട്. പലർക്കും അങ്ങനെ കയറിയിട്ടുണ്ട്. ഏതോ ഒരു കഴിഞ്ഞ RRB ALPയുടെ ഏതോ ഒരു ബാച്ചിന് ടെക്നീഷ്യന്റെ എക്സാമിന് ടെക്നീഷ്യന്റെ റാങ്ക് ലിസ്റ്റിൽ പെട്ട ചില ആൾക്കാർ ഏകദേശം 20-30 മാർക്കോ കൊണ്ടാണ് അതിനകത്ത് ഒരു സെക്ഷനിൽ കയറിയത്. അങ്ങനെ നമുക്ക് പരിചയമുള്ള ഒരാള് അങ്ങനെ കയറിയതിന്റെ ഇതിൽ പറഞ്ഞതാണ് ഏകദേശം അത്രത്തോളം മാർക്ക്, ഏകദേശം 20-30 മാർക്കോളം അവിടെ കയറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോർമലൈസേഷനും കൂടെ ശരിയാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു മാർക്ക്, നിയർലി 100%-നോട് അടുപ്പിച്ചൊരു മാർക്ക് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊരു 85 to 90% കുറഞ്ഞത് 85 to 90% മാർക്ക്, റോ മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അത് CBT 1 ആയിക്കൊള്ളട്ടെ, CBT 2 ആയിക്കൊള്ളട്ടെ, നമ്മൾ സേഫ് സോണിൽ എത്തി എന്ന് നമുക്ക് പറയാം.
അങ്ങനെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. നോർത്തിലോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും മാർക്കുകൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് CBT 2 CBT 1 പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളെ CBT 2 CBT 2 എന്ന് പറയുന്നത് 2 സ്റ്റേജുകളിലായിട്ട് നടക്കുന്ന എക്സാം ആണ്. 2 പാർട്ടുകളാണുള്ളത്. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റിലേക്ക് നമ്മളെ കൺസിഡർ ചെയ്യുന്ന കാര്യമാണ് പാർട്ട് 1. പാർട്ട് 2 എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചർ ആണ്. പക്ഷെ അതിന് ക്വാളിഫയിങ് നേച്ചർ ആണെങ്കിലും മിനിമം 35% മാർക്ക് നമുക്ക് വാങ്ങണം. ഈ 75ന്റെ 35% മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആ ഒരു പർട്ടിക്കുലർ എക്സാം ജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു CBT 2 നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അതായത് 75 മാർക്കിന്റെ 35% എന്ന് പറയുന്നത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു 26.25 മാർക്സ്. 26.25 മാർക്സ് നമ്മൾ പാർട്ട് 2 എക്സാമില് നമ്മൾ സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് CBT 2 എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് CBT 2ന്റെ പാർട്ട് 1 നിങ്ങളിപ്പോൾ 100% മാർക്ക് വാങ്ങിച്ചിട്ടില്ലായിരിക്കും. മൊത്തം 100 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മാർക്ക് ഇല്ല എങ്കിൽ, അതായത് CBT 2 അതായത് പാർട്ട് 2 നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മാർക്ക്, അതായത് കുറഞ്ഞത് 26.25 മാർക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ഈ വാങ്ങിച്ച 100 മാർക്ക് കൊണ്ട് യാതൊരു ഗുണവുമില്ല. കാരണം വെച്ചാൽ പാർട്ട് 2 ക്വാളിഫൈ ആയെങ്കിൽ മാത്രമേ പാർട്ട് 1 കൺസിഡർ ചെയ്യത്തുള്ളൂ. പാർട്ട് 1ന്റെ മാർക്കാണ് എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നത്? നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോ ഈ ഒരു ക്വാളിഫൈങ് നേച്ചർ ആണെന്നും പറഞ്ഞിട്ട് ലാഘവത്തോടുകൂടി കാണരുത്. കാരണം ഈ ഒരു പേപ്പർ ജയിച്ചെങ്കിൽ മാത്രമേ നമ്മൾ കണ്ട് ഇവിടെ വാങ്ങുന്ന മാർക്കിന് നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ. അപ്പോ പാർട്ട് 2 വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അത് നമ്മുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പറയും. മൊത്തം 2.5 മണിക്കൂറാണ് നമുക്ക് എക്സാം. ആദ്യത്തെ 90 മിനിറ്റ് എന്ന് പറയുന്നത് 1.5 മണിക്കൂർ, 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനായിരിക്കും. വരുന്ന പോർഷനുകൾ നമ്മൾ നേരത്തെ പഠിച്ച മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, പിന്നീട് ജനറൽ സയൻസ് ആൻഡ് ബേസിക് എഞ്ചിനീയറിംഗ്. അതായത് നമ്മൾ 10 വരെ പഠിച്ചിട്ടുള്ള 5 മുതൽ 10 വരെ പഠിച്ചിട്ടുള്ള ജനറൽ സയൻസും അതേപോലെ തന്നെ ബേസിക് ആയിട്ട് നമ്മൾ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ITI ലെവലിൽ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരിക്കലും ഡിപ്ലോമ ലെവലിലും വരില്ല, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് അതായത് BTech ലെവലിലും വരില്ല. സാധാരണ ITI ലെവലിൽ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് ITI ലെവലിലുള്ള ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമാണ് അതിനകത്തിൽ വരുന്നത്, ബേസിക് എഞ്ചിനീയറിംഗിനകത്തിൽ വരുന്നത്. അപ്പൊ അതിനകത്തിൽ മൊത്തം മാർക്ക് എന്ന് പറഞ്ഞാൽ 100 മാർക്കാണ്. കഴിഞ്ഞ 2018 ALP എക്സാമിനേഷനകത്തിൽ മൊത്തം 4 സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ് ആൻഡ് ബേസിക് എഞ്ചിനീയറിംഗ്, പിന്നീട് നമ്മൾ തൊട്ട് മുമ്പേ ഇതിനകത്തിൽ കണ്ട ജനറൽ അവയർനെസ്സും ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2024 നോട്ടിഫിക്കേഷനിൽ ആകപ്പാട് തന്നെ ഈ 3 സെക്ഷൻസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ് ആൻഡ് ബേസിക് എഞ്ചിനീയറിംഗ്. അതിനകത്തിൽ ജനറൽ അവയർനെസ് കാണുന്നില്ല. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷനകത്തിൽ ജനറൽ അവയർനെസ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇതിന്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡിവിഷൻ, കട്ട് ഓഫ് അല്ല ഡിവിഷൻ എന്ന് പറയുന്നത്, മാത്സ് 25, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 25, ജനറൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 50 മാർക്ക്. മിക്കവാറും ഇങ്ങനെ തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ വർഷം മാത്സ് 25, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 25, ജനറൽ സയൻസ് ആൻഡ് ബേസിക് എഞ്ചിനീയറിംഗ് 40 മാർക്ക്, ജനറൽ അവയർനെസ് 10 മാർക്ക്. അപ്പൊ ജനറൽ അവയർനെസ് ഇപ്പോൾ ഇതിനകത്തിൽ കാണാത്തത് കൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെ തന്നെയായിരിക്കും. 25, 25, 50 മാർക്ക്. ഈ ഒരു ഫോർമാറ്റിലായിരിക്കാം മിക്കവാറും ഇത്തവണത്തെ എക്സാം വരുന്നത്, CBT 2 വരുന്നത്. മാത്സ് 25 മാർക്ക്, റീസണിങ് 25 മാർക്ക്, പിന്നീട് ജനറൽ സയൻസ് ആൻഡ് ബേസിക് എഞ്ചിനീയറിംഗ് 50 മാർക്ക്. അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്, 90 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു എക്സാം കഴിഞ്ഞിട്ട് അതേ കണ്ടിന്യൂ ചെയ്തുകൊണ്ട്, അതായത് ആ 1.5 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോൾ അതിനുശേഷം പിന്നീട് അതേ കണ്ടിന്യൂഷൻ ആയിട്ട് എന്ത് വരും? റിലവന്റ് ട്രേഡ്, നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 75 ക്വസ്റ്റ്യൻ, 75 മാർക്ക്, 60 മിനിറ്റ്. ഇതിനകത്ത് നമ്മൾ കുറഞ്ഞത് 26.25 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ പ്രീവിയസ് ഇയറിലും എല്ലാം അങ്ങനെ തന്നെയാണ്. 26.25 മാർക്ക് നമ്മൾ അവിടെ സ്കോർ ചെയ്യണം. ചെയ്തില്ല എങ്കിൽ നമ്മൾ ഇവിടെ 100 മാർക്ക് വാങ്ങിച്ചാൽ ഒരു ഗുണവുമില്ല. നമ്മൾ അവിടെ മിനിമം 26.25 മാർക്ക് വാങ്ങണം. ഓക്കെ, അതാണ് CBT 2 എക്സാമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി CBT 2 എക്സാമും കഴിഞ്ഞു കഴിയുമ്പോൾ CBT 3, അതായത് CBT 3 എന്ന് പറയുന്നത് CBAT എക്സാം എന്ന് പറയും.
CBAT എക്സാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജി ടെസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന സാധനം. സൈക്കോളജി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിക് അനാലിസിസ് ആണ്, സൈക്കോളജിക്കൽ അനാലിസിസ് ആണ്. മൊത്തം 5 ടൈപ്പ് ടെസ്റ്റുകളാണുള്ളത്. ഒന്ന് മെമ്മറി ടെസ്റ്റ്, പിന്നീട് ഫോളോയിങ് ദ ഡയറക്ഷൻ ടെസ്റ്റ്, ഡെപ്ത് പെർസെപ്ഷൻ ടെസ്റ്റ്, കോൺസെൻട്രേഷൻ ടെസ്റ്റ്, പെർപച്വൽ സ്പീഡ് ടെസ്റ്റ്. ഇങ്ങനെ 5 ടെസ്റ്റുകളാണ് നമ്മുടെ ഉള്ളത് സൈക്കോളജിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള. നമ്മുടെ മെമ്മറി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഡയറക്ഷൻ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, പിന്നീട് നമ്മുടെ ഇപ്പോൾ ഡെപ്ത് പെർസെപ്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്, കോൺസെൻട്രേഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പെർസെപ്ഷൻ സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്നതിന്, ഇങ്ങനെ മൊത്തം 5 ബാറ്ററി ടെസ്റ്റുകളാണ് നമുക്കുള്ളത്. ഇതിനെ ബാറ്ററി ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബാറ്ററി, BATTERY, ബാറ്ററി ടെസ്റ്റ്. ഓക്കെ, ബാറ്ററി ടെസ്റ്റ്. അപ്പൊ ഈ ബാറ്ററി ടെസ്റ്റുകളിൽ 5 ബാറ്ററി ടെസ്റ്റുകൾ ഉണ്ട്. ഓരോ ബാറ്ററി ടെസ്റ്റിലും മിനിമം നമുക്ക് 42 സ്കോർ നമുക്ക് നേടണം. ഓരോ ബാറ്ററി ടെസ്റ്റിലും നമ്മൾ എത്ര വാങ്ങണം? മിനിമം 42 സ്കോർ നമ്മൾ നേടണം. ഓക്കെ, അതേപോലെ തന്നെ ഈ ബാറ്ററി ടെസ്റ്റിനകത്ത് ഉണ്ടാവുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBT 1 ആയിക്കൊള്ളട്ടെ CBT 2 ആയിക്കൊള്ളട്ടെ നമുക്ക് നെഗറ്റീവ് മാർക്കുകൾ ഉണ്ട്. CBT 1നും CBT 2നും നമുക്ക് നെഗറ്റീവ് മാർക്കുകൾ ഉണ്ട്. എന്നാൽ സൈക്കോളജി ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്ക് നെഗറ്റീവ് മാർക്കുകൾ ഇല്ല. എന്താണ്? നെഗറ്റീവ് മാർക്കുകൾ ഇല്ല. അതായത് ഇതിന് നെഗറ്റീവ് മാർക്സ് ഇല്ല. പകരം നമ്മൾ ഓരോ സ്കോറിലും, ഓരോ ബാറ്ററി ടെസ്റ്റിലും നമ്മൾ കുറഞ്ഞത് 42 കീ മാർക്സ്, കീ സ്കോറുകൾ അല്ലെങ്കിൽ 42 സ്കോറുകൾ ഓരോ ബാറ്ററി ടെസ്റ്റിലും നേടുക എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ മൈൻഡ് അത്രയും നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടായിരിക്കണം. മൈൻഡ് അത്രയും നല്ല ക്ലീൻ ആൻഡ് കാം ആയിരിക്കണം. അല്ലാതെ ടെൻഷനും അടിച്ചുകൊണ്ട് ഇതിനകത്തിൽ ചെന്ന് കയറുകയാണ് എങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് ഒന്നും തന്നെ നമുക്ക് ജയിക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, കാരണം അത്രയും നമ്മുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് ആ ഒരു സ്പോട്ടിൽ, പ്രത്യേകിച്ച് ട്രെയിനിങ് ഒക്കെ നമുക്ക് നെറ്റിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കിട്ടും. പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആ പർട്ടിക്കുലർ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണോ, നിങ്ങളുടെ മൈൻഡിന്റെ ആ ഒരു പ്രസൻസ് എങ്ങനെയാണോ, ആ പ്രസൻസ് നോക്കിയിട്ടാണ് അല്ലെങ്കിൽ ആ പ്രസൻസിനനുസരിച്ചിട്ടാണ് ഈ ടെസ്റ്റ് നിങ്ങൾ ജയിക്കുമോ ഇല്ലയോ എന്ന് പറയുന്നത്. അതായത് ഈ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ കാര്യത്തെ കുറിച്ച് ആലോചിച്ച് ടെൻഷനും അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് എല്ലാ ടെസ്റ്റും നല്ല രീതിയിൽ വൃത്തിയായിട്ട് പൊട്ടും. ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് അവിടെ ഇല്ല എങ്കിൽ, നമ്മളൊരു ഒരു വല്ലാത്തൊരു മൈൻഡായിട്ട് കൂടി ഒരു കൺജസ്റ്റഡ് മൈൻഡായിട്ട് നമ്മൾ പോവുകയാണ് എങ്കിൽ നല്ല രീതിയിൽ വൃത്തിക്ക് നമ്മൾ പൊട്ടിപ്പോവും ഇതിന്. അപ്പം അത്രയും നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് എഴുതേണ്ട ഒരു എക്സാമാണ്. അതായത് എന്തെങ്കിലും തലവേദനയുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് ഈ എക്സാം നടക്കുന്നതിന് മുമ്പ് മണ്ടയിലോട്ട് കയറ്റരുത് എന്ന് അർത്ഥം. ഇനി അതിന്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CBT 2 എക്സാമിന്റെ പാർട്ട് എയിൽ നിന്നും 70%, പാർട്ട് ബിയിൽ നിന്നും 30%. അതായത് മൊത്തം 100%നെ നമ്മൾ എങ്ങനെയാണ് CBT 2ന്റെ പാർട്ട് എയിൽ നിന്നും 70% മാർക്ക് നമ്മൾ എടുക്കും. CBT 2ൽ നിന്നും കിട്ടുന്നതിനെ 30% ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ എടുക്കും. അങ്ങനെ മൊത്തം 100% മാർക്ക്. അതായത് CBT 2ന്റെ പാർട്ട് എയും CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റിൽ നമ്മൾ സ്കോർ ചെയ്യുന്നത്, ഇത് രണ്ടും കൂടെ 70:30 റേഷ്യോയിലാണ് നമുക്ക് ഫൈനൽ മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതായത് CBT 2ൽ നിന്നും ഒരു CBT 2ൽ നിന്നും കിട്ടുന്ന മാർക്കിനെ 70% ആയിട്ട് നമ്മൾ എടുക്കും. CBATൽ നിന്നും കിട്ടുന്നതിനെ 30%, അതായത് 7:3 റേഷ്യോയിൽ അല്ലെങ്കിൽ 70:30 റേഷ്യോയിലാണ് ഈ രണ്ട് സെക്ഷനകത്ത് നിന്നുമുള്ള മാർക്ക് എടുത്തിട്ട് നമ്മൾ ഫൈനൽ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇനി താണ്ട ഈ ഒരു എക്സാം, അതായത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ താണ്ട ഈ ഒരു ലിങ്കിനകത്തിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മോഡൽസ് നിങ്ങൾക്ക് താണ്ട ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഗൂഗിളിൽ RDSO ഇന്ത്യൻ റെയിൽവേസ് അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവരുടെ സൈറ്റിലേക്ക് കൊണ്ടുപോകും. അതിനകത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് ഈ ALPക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റും ഉണ്ട്, രണ്ടാമത് സ്റ്റേഷൻ മാസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റും ഉണ്ട്. അതായത് നിങ്ങൾ ALPക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം RRBയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്ററിനും അതേപോലെ തന്നെ ALPക്കുമാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉള്ളത്. അപ്പൊ 2 എണ്ണത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. ആ 2 സൈക്കോളജി ടെസ്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ സൈറ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ ടെസ്റ്റിനകത്തിലും അല്ലെങ്കിൽ ഓരോ എക്സാമിനും ചോദിക്കുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ത് മോഡലിലുള്ളതാണ് എന്ന് നിങ്ങൾ അതിനകത്ത് കയറി നോക്കുമ്പോൾ തന്നെ 2നും സെപ്പറേറ്റ് ലിങ്കുകൾ കാണും. ഒന്ന് ASM അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒരു പ്രത്യേക ലിങ്ക് കാണും, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് പ്രത്യേകം ഒരു ലിങ്ക് കാണും. അതിനകത്ത് കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയാസ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് അതിൽ നിന്നും നമുക്ക് കിട്ടും.
ഓക്കെ, അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ്, അതായത് എക്സാം പാറ്റേൺ, CBAT-ന്റെ എക്സാം പാറ്റേണിനെ കുറിച്ച് കോൺസെപ്റ്റുകൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്കിനി അടുത്ത സെഷനിലേക്ക് പോകാം. അടുത്ത സെഷൻ നമുക്ക് എന്താണ് ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കുന്നത്. മക്കളെ, ക്വാളിഫിക്കേഷൻ, പ്രധാനമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ, അതായത് നമ്മുടെ SSLC-യും കൂടെ അതിന്റെ കൂടെ ITI-യും ആണ് നമുക്ക് വേണ്ടത്. ITI ഒന്നെങ്കിൽ നിങ്ങൾക്ക് NCERT സർട്ടിഫിക്കറ്റ് ഉള്ള ITI ആകാം, അല്ലെങ്കിൽ SCVT. ഓക്കെ, ഒന്നെങ്കിൽ NCERT സർട്ടിഫിക്കറ്റ് ആകാം, അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് ആകാം, അല്ലെങ്കിൽ SCVT സർട്ടിഫിക്കറ്റ് ആകാം. ഏതൊക്കെ ഇതിനകത്തിലാണ് ട്രേഡ് ആണ്? ഒന്ന് ഫിറ്റർ വരുന്നുണ്ട്, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്ക്, മിൽറൈറ്റ് ഓർ മെയിന്റനൻസ് മെക്കാനിക്ക്, റേഡിയോ മെക്കാനിക്, റേഡിയോ ആൻഡ് TV മെക്കാനിക്ക്, ഇലക്ട്രോണിക്സ് മെക്കാനിക്ക്, മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്ക്, വയർമാൻ, ട്രാക്ടർ മെക്കാനിക്ക്, ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, മെക്കാനിക് ഡീസൽ, ഹീറ്റ് എഞ്ചിൻ, ടർണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് ഈ പറയുന്ന റെലവന്റ് ട്രേഡുകളിൽ ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കല്, ഓട്ടോമൊബൈൽ, ഈ 4 ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതാണ്? ഒന്ന് SSLC പ്ലസ് ITI ആണ്. ഏതാണ് ITI എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് ITI എന്ന് പറയുന്നത്? ITI എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഏതൊക്കെയാണ്? മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്. ഇങ്ങനെ 4 സെക്ഷൻ: മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ. ഇങ്ങനെ ഈ 4 സെഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ITI ട്രേഡുകളിൽ നിങ്ങൾക്ക് SCVT അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ, SCVT അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ +2 മെട്രിക്കുലേഷൻ കോഴ്സിന്റെ കൂടെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതായത് ഇതേപോലുള്ള ട്രേഡുകളിൽ എന്തിനകത്തെങ്കിലും നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ITI അല്ല ഉള്ളത്, ITIക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ഒന്നെങ്കിൽ മെട്രിക്കുലേഷൻ പ്ലസ് SSLC അതിന്റെ കൂടെ മെക്കാനിക്കലിലോ, ഇലക്ട്രിക്കലിലോ, ഇലക്ട്രോണിക്സിലോ, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ നിങ്ങളുടെ കയ്യിൽ ഡിപ്ലോമ ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മെജോറിറ്റി ആൾക്കാർക്കും ITI-യെക്കാട്ടിലും കൂടുതൽ ഡിപ്ലോമ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ BTech ആയിരിക്കാം. ഓക്കെ, ഇനി ഇതൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, അതായത് BTech ഡിഗ്രി ഏതിനകത്തൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്ന മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഒരു BTech ഡിഗ്രി ഉണ്ട് എങ്കിൽ SCVT അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത്, പ്ലസ് 10th പ്ലസ് ITI. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഇനി അതുമില്ല, നിങ്ങൾക്ക് ഡിപ്ലോമ അല്ല, നിങ്ങളുടെ കയ്യിൽ ഈ പർട്ടിക്കുലർ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള BTech ഡിഗ്രി ആണ് എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അതായത് ഈ എക്സാം എന്ന് പറഞ്ഞാൽ ITI ലെവൽ എക്സാം ആണ്, 10th ലെവൽ എക്സാം ആണ്. പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് ഈ എക്സാമിനകത്ത് കോമ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ഈ 4 ട്രേഡുകളിൽ വരുന്ന വ്യക്തികളാണ് എങ്കിൽ, ഈ 4 ട്രേഡുകളിൽ ഏതെങ്കിലും ഒരു ട്രേഡ് പഠിച്ച വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ്, അതേപോലെ തന്നെ IT, സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ, അതേപോലെയൊക്കെയുള്ള ബ്രാഞ്ചുകൾ, ആ ബ്രാഞ്ചുകൾ ഒന്നും തന്നെ ALP എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് ക്വാളിഫൈഡ് അല്ല. ഇത് മാത്രമേ ഉള്ളൂ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ITI ട്രേഡുകൾ. ഇവയ്ക്ക് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ബാക്കിയുള്ളതൊന്നും, ഈവൻ ഇഫ് യു ആർ എ BTech ഗ്രാജുവേറ്റ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇതിനകത്തിലൊന്നും വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ യു ആർ നോട്ട് എലിജിബിൾ. കാരണം ഇത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡുകൾ പഠിച്ച ആൾക്കാർക്ക് മാത്രം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ അത്രയും കോൺസെപ്റ്റുകൾ, നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനെ കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഓരോന്നിന്റെയും റിലവന്റ് ട്രേഡുകൾ നമുക്കൊന്ന് നോക്കാം. അതായത് ITI ട്രേഡുകളുടെ കാര്യമാണ് പറയുന്നത്. അതായത് ITI തന്നെ പല ട്രേഡുകളുണ്ട് അല്ലെ, നമ്മൾ എഞ്ചിനീയറിംഗും ഡിപ്ലോമയല്ല, ITI ട്രേഡുകളുടെ കാര്യമാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്കൽ, വയർമാൻ, വൈൻഡർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്ക്, ഇവയൊക്കെ ഇതിനകത്ത് ഏതെങ്കിലും ITI ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് എങ്കിൽ ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ട്രാക്ടർ മെക്കാനിക്, മെക്കാനിക് ഡീസൽ, ടേണർ, മെഷീനിസ്റ്റ്, RAC, ഹീറ്റ് എഞ്ചിൻ, മിൽറൈറ്റ് ഓർ മെയിന്റനൻസ് മെക്കാനിക്, ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിൽ
നിങ്ങൾക്ക് ITI സർട്ടിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് റേഡിയോ ആൻഡ് TV ഈ ട്രേഡുകൾ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും ഇലക്ട്രോണിക്സ് മേഖലയിൽ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് എങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ട്രാക്ടർ മെക്കാനിക് ഡീസൽ, ഹീറ്റ് എഞ്ചിൻ, HVAC. ഓക്കെ, സോറി RAC. HVAC അല്ല, RAC. ഇതിനകത്തുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് റെലവന്റ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ITI ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യമാണ്. ഡിപ്ലോമ അല്ലെങ്കിൽ ഇതാണ് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേഡ് മാത്രം മതി. അതല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അതിനകത്ത് തന്നെ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള SCVT അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് ആണ് എടുത്തേക്കുന്നതെങ്കിൽ ഇത്രയും കാര്യങ്ങളുള്ള ആൾക്കാർക്കാണ് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സിലബസുകളിലേക്ക് നമുക്ക് പോകാം. സിലബസ് എടുക്കുമ്പോഴത്തേക്ക് സിലബസ് ഫോർ മാത്തമാറ്റിക്സ് അതിനകത്ത് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്പർ സിസ്റ്റം ആണ്. രണ്ടാമത് നമ്പർ സിസ്റ്റത്തിൽ തന്നെ വരുന്ന ബോട്ട് മാസ് റൂൾസ്, ഡെസിമൽ ഫ്രാക്ഷൻസ്, ഡെസിമൽ ഫോംസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, മെൻസുറേഷൻ, അതേപോലെ തന്നെ ടൈം ആൻഡ് വർക്ക്. മെൻസുറേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം 2Dയും 3Dയും വരും. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓൾജിബ്ര, ജോമെട്രി ആൻഡ് ട്രിഗണോമെട്രി ഒക്കെ ഒരു 10th ലെവലിലൊക്കെയാണ് നമുക്ക് ചോദിക്കുന്നത്. ട്രിഗണോമെട്രി ഒക്കെ 10th അല്ലെങ്കിൽ നമ്മുടെ +1 നമ്മൾ പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. സം ആംഗിൾ ഫോർമുല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇൻവേഴ്സോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഹെവി ലെവലിലുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും വരില്ല. ജസ്റ്റ് ബേസിക് ട്രിഗണോമെട്രി മാത്രമാണ്. ട്രിഗണോമെട്രിയിലെ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരും. പിന്നീട് എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് മീൻ, മീഡിയൻ, മോഡ് എന്താണ്, ഇവ തമ്മിലുള്ള റിലേഷൻ കാര്യങ്ങളെല്ലാം വരും. അതേപോലെ തന്നെ അവരുടെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ പോലുള്ള സാധനങ്ങൾ, അതുകൊണ്ട് എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ പോലെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരും. പിന്നീട് സ്ക്വയർ റൂട്ട്, അതൊക്കെ നമ്പർ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഏജുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് വരും. അതേപോലെ തന്നെ കലണ്ടർ ആൻഡ് ക്ലോക്ക്, അത് റീസണിംഗിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നീട് പൈപ്സ് ആൻഡ് സിസ്റ്റം. ഓക്കെ, പിന്നീട് വരുന്നതാണ് പൈപ്സ് ആൻഡ് സിസ്റ്റം, അതായത് വർക്ക് ആൻഡ് ടൈമിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. അപ്പൊ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇത്രയുമാണ് മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ്. ഓക്കെ, മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിലബസുകൾ ഇത്രയും കാര്യങ്ങളാണ്. അടുത്തത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിലേക്ക് നമുക്ക് വരുമ്പോൾ, നമ്മൾ വരുമ്പോൾ അതിനകത്ത് ഒരേ സമയം വെർബൽ റീസണിംഗും ഉണ്ട്, നോൺ വെർബലും ഉണ്ട്. നോൺ വെർബലും ഉണ്ട്. വെർബൽ റീസണിംഗിൽ വരുന്നത് അനലോജിക്കൽ വരും, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ് വരും, കോഡിംഗ് ഡികോഡിംഗ് വരും, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്പ്, സിലോഗിസം, ജംബ്ലിംഗ് വേർഡ്സ്, അതേപോലെ തന്നെ വെൻ ഡയഗ്രാം, അത് നോൺ വെർബൽ ആണ്. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി, അത് നമ്മൾ മാത്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് വെർബൽ ആണ്. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അത് വെർബൽ ആണ്. അനലിറ്റിക്കൽ റീസണിംഗ് വരും, ക്ലാസിഫിക്കേഷൻ, ഡയറക്ഷൻ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ്, അസംപ്ഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ ക്യൂബ്സ് ആൻഡ് ഡൈസ് വരും. ഇതിനകത്ത് ഇല്ലാത്ത കാര്യമാണ്, ക്യൂബ്സ് ആൻഡ് ഡൈസ് വരും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വെൻ ഡയഗ്രാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതേപോലെ തന്നെ മിറർ ആൻഡ് വാട്ടർ ഇമേജ് വരും. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിനകത്തിൽ നിന്നും നമുക്ക് വരുന്നത്. ഒരേ സമയം വെർബൽ റീസണിംഗും വരും, നോൺ വെർബൽ റീസണിംഗും വരും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് റീസണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്സിനകത്തിൽ നിന്ന് വരുന്നത്. ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. ഇതിനകത്ത് നിന്ന് എല്ലാത്തിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് എങ്കിലും ഇതിനകത്ത് നിന്ന് എല്ലാത്തിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ് അസംഷൻസിനകത്ത് നിന്നൊക്കെ അത്രയ്ക്ക് ഇൻഡെപ്തായിട്ട് നമുക്ക് ചോദിക്കില്ലെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അനലോഗീസ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ഡികോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ എന്താണ് വെൻ ഡയഗ്രാംസ്, പിന്നെ സിലോജിസം, പിന്നീട് ക്യൂബ്സ് ആൻഡ് ഡൈസസ്, മിറർ ആൻഡ് വാട്ടർ ഇമേജസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, ഇതിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ ഇതാണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് ജനറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് എന്ന് പറയുന്നത് ബയോളജിയാണ്. ലൈഫ് സയൻസ് അല്ലെങ്കിൽ ബയോളജിയാണ്. അതായത് 5 മുതൽ 10 വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പം NCERT ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം ഇപ്പം നമുക്ക് റീസെന്റ് കുറെ കോൺട്രവേഴ്സീസ് നമ്മൾ കണ്ടതാണ്. അതായത് ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്ത് കളഞ്ഞതായി. അപ്പൊ സയൻസ് സബ്ജക്ട്സ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയേ ചെയ്യരുത്. കാരണം അതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അതായത് നമ്മുടെ എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സാമിനെ വളരെ ഒരു രീതിയിലും നമ്മളെ
ലേറ്റസ്റ്റ് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ സഹായിക്കത്തില്ല. അതിനൊരു മാർഗമുണ്ട്. അത് പഴയ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടാനുള്ളത് അല്ലെങ്കിൽ അതിനകത്തുള്ള ഡീറ്റെയിൽസ് കിട്ടാനുള്ള ഒരു മാർഗമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത്രയുമാണ് ജനറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ജനറൽ അവയർനെസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ വരുന്ന ടോപ്പിക്കുകൾ എല്ലാ പരീക്ഷകളിലെയും പോലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് വരും. പിന്നീട് സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ വരും, സ്പോർട്സ് വരും, കൾച്ചറൽ വരും, പേഴ്സണാലിറ്റീസ്, അതായത് ക്വിസ് ലേറ്റസ്റ്റ് ഉള്ള അപ്പോയിന്റ്മെന്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വരും. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ബേസിക് എക്കണോമിക്സ് ആണ്, അതും 5 മുതൽ 10 വരെയുള്ള SCERTയുടെ സോഷ്യൽ സയൻസ് ബുക്കിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. പൊളിറ്റിക്സ് വരും, അതും അവിടെ നിന്ന് തന്നെ കിട്ടും. അതേപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്ട് ജോഗ്രഫി, അതേപോലെ തന്നെ ഹിസ്റ്ററി, അതേപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള GK അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ 10 മാർക്കേ ഉള്ളൂ. അത് ഓർക്ക് സത്യം. അതായത് ജനറൽ അവയർനെസ്സിന് 10 മാർക്ക് മാത്രമാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തിൽ CBT 1ന്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ. എങ്ങനെ പഠിക്കണമെന്നുള്ളത് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം.